മറ്റുള്ളവരെ നാം മനസ്സിലാക്കണം. അവരുടെ വേദനകൾ നാം അറിയണം. വേദനയ്ക്കുള്ള കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. നമ്മളൊക്കെ വേദനിക്കുന്നവരാണ്. വേദനകളുടെ കാരണമായ മുറിവുകൾ ആഴത്തിൽ ഓരോരുത്തർക്കും കിടപ്പുണ്ട്. ആ മുറിവുകൾ അറിഞ്ഞ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കണം. അപ്പോഴാണ് നമ്മുടെ ചെയ്തികൾ, പ്രവൃത്തികൾ അനുഗ്രഹമായി തീരുന്നത്. മറ്റുള്ളവരെ നാം അടുത്തറിയുക. ദൈവസ്നേഹത്തിൻ്റെ ആഴം അതാണ്. ദൈവം മനുഷ്യനെ അടുത്തറിയുന്നു. എന്നാൽ മനുഷ്യനെ അകറ്റി മാറ്റുകയാണ്. ഒരു കൂട്ടം ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവിനോട് ചോദിച്ചു, ഒരു ദിവസത്തേക്ക് അങ്ങ് രാജാവായാൽ എന്തായിരിക്കും അങ്ങ് ആദ്യം ചെയ്യുക? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്തുള്ളവരുടെയൊക്കെ പേര് ഞാൻ മനഃപ്പാഠമാക്കും. അതാണ് ആദ്യം ചെയ്യുന്നത്. ശിഷ്യന്മാർ അമ്പരപ്പോടെ ചോദിച്ചു, അത് വെറും നിസ്സാര കാര്യമല്ലേ? ഭരണം നടത്താൻ എല്ലാവരുടെയും പേരുകൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഗുരു പറഞ്ഞു, പേരുകൾ അറിഞ്ഞാലേ അവരെ സുഹൃത്തുക്കളാക്കാൻ കഴിയൂ. സുഹൃത്തുക്കളായാലേ അവരുടെ ആവശ്യങ്ങൾ അറിയാൻ കഴിയൂ. ആവശ്യങ്ങൾ അറിഞ്ഞാലേ ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയൂ. ജനനന്മയ്ക്കു വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ രാജാവെന്ന വിളിപ്പേരിന് പോലും അർഹതയുള്ളൂ. അതാണ് രാജാവ്, അതാണ് നേതാവ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടും പ്രസ്ഥാനങ്ങളും നമ്മുടെ രാജ്യവും സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും ഉയരുവാനിടയായിത്തീരും. ആളുകളെ നാം അറിയണം. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളോ മുൻഗണനകളോ വേദനകളോ നമുക്ക് മനസ്സിലാകില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകണമെങ്കിൽ പോലും അവരാരാണെന്നും അവരുടെ ആവശ്യം എന്താണെന്നും നാം തിരിച്ചറിയണം. ആളറിയാതെ നടത്തുന്ന സൽക്കർമ്മങ്ങൾ പലതും താൽക്കാലിക സങ്കട നിവൃത്തിക്കുള്ള പ്രവൃത്തികളായി അവസാനിക്കും. വിശക്കുന്നവന് ഭക്ഷണം നൽകാൻ അയാളെ അറിയണമെന്നില്ല. വിശപ്പിന് സ്വയം പരിഹാരം കണ്ടെത്താൻ പ്രാപ്തനാണെങ്കിൽ അയാൾ ആരെന്നറിഞ്ഞേ മതിയാവും. പരസ്പരം അറിയാതെ നടത്തുന്ന ഇടപാടുകളാണ് ബന്ധങ്ങളിലും കാര്യനിർവഹണത്തിലും വലിയ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നത്. ആരാധനാപാത്രങ്ങളുടെ അപ്രധാന കാര്യങ്ങൾ പോലും മനഃപ്പാഠമാക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരുടെയും സഹപ്രവർത്തകരുടെയും ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെങ്ങനെ മാധുര്യമുള്ള ബന്ധങ്ങൾ ഉടലെടുക്കും? തങ്ങളെ എന്തുമാത്രം മനസ്സിലാക്കി എന്നതാണ് അവരനുമായുള്ള ബന്ധത്തിൻ്റെ തുടർച്ച തീരുമാനിക്കുന്ന ഘടകം. സ്ഥാനമോഹികളുടെ ആകർഷണീയമാണ് പലർക്കും സ്ഥാനമോഹങ്ങൾ ജനിക്കുവാൻ കാരണം. സ്ഥാനം ആവശ്യപ്പെടുന്ന അടിസ്ഥാന ഗുണങ്ങളും അർഹതയുമുള്ളവർ മാത്രം സ്ഥാനം അലങ്കരിച്ചില്ലെങ്കിൽ ഓരോ നാടിൻ്റെയും അടിസ്ഥാന പ്രശ്നങ്ങളിലും പരിഹരിക്കപ്പെട്ടേനെ. ഓരോ നാട്ടിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാനിടയാകുമായിരുന്നു. സ്ഥാനത്തെത്തുക, ആ സ്ഥാനത്തെത്തി ആള് കളിക്കുക, സ്വപ്ന സാക്ഷാത്കാരമായി അങ്ങനെ കരുതുന്നവർ വെറും സ്ഥാനത്തിരുന്നു കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ മാത്രമേ ഇടയായിത്തീരുന്നു. നാടിനെയും നാട്ടുകാരെയും അറിയുന്നവർക്കാണ് രാജാവ് നല്ലവനായിത്തീരുന്നത്. അല്ലാതെ രാജാവാണെന്ന് പറഞ്ഞ് താൽക്കാലികമായി ചില കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവരെൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ശിക്ഷാ നടപടികളുണ്ടല്ലോ, അത് ചിന്തിച്ചും ആലോചിച്ചും നാം ചെയ്തില്ല എങ്കിൽ വരും കാലങ്ങളിൽ പ്രിയരെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് മറ്റുള്ളവരെ അറിയുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കുവാനും നമ്മുടെ സ്ഥാനങ്ങൾ നമുക്ക് ഇടയാക്കി തീർക്കട്ടെ ദൈവം. അതിന് നല്ല ബുദ്ധിയും ജ്ഞാനവും ദൈവം തമ്പുരാൻ നമുക്ക് തരട്ടെ. നമുക്ക് നേരോടെ വിധിക്കാം, നേരോടെ ജീവിക്കാം, നേരായി കാണാം, കുറവുകളെ പരസ്പരം ക്ഷമിക്കാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
മേ ഗോഡ് ബ്ലസ് യു, മേ ഗോഡ് ബ്ലസ് യു, മേ ഗോഡ് ബ്ലസ് യു. നല്ല ഒരു ശുഭ ദിനം കൂടി ഞാൻ നേരുന്നു.